ഹായ് ഹലോ ബിജുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ബിജുവേട്ടനെ കുറച്ച് നേരത്തെ പണിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പത്തിരിയാണ് രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ രാവിലെ നേരം വെളുത്ത് തുടങ്ങി കേട്ടോ. പത്തിരി ഞാൻ പ്രസ്സിൽ പരത്തുന്നുണ്ട്, അതേപോലെ തന്നെ ചുടുന്നുമുണ്ട് കേട്ടോ. ഗ്യാസിലാണ് ചുടുന്നത്. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയല്ലോ. അതിനിടയിൽ കറിയും വെച്ചു കേട്ടോ. അപ്പോൾ പത്തിരി പരത്തുന്നുണ്ട്, ചുടുന്നുമുണ്ട്. നമ്മളെ താഴെ തന്നെ ഗുരുദേവൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്ന് രാവിലെ പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ നിന്നത് കേട്ടോ. ഒന്ന് ചായയും കടി ആയതിൻ്റെ ശേഷമാണ് ഒന്ന് കുളിക്കാൻ വേണ്ടി നിന്നത്. അപ്പം ഒന്ന് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് സാവധാനം നിന്നതാണ് കേട്ടോ. എന്നും പെട്ടെന്ന് പോയി എണ്ണയും തേച്ച് കുളിക്കാറാണ്. അപ്പോൾ ഇന്ന് കുറച്ച് തലയിലൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് താളിയൊക്കെ തേച്ച് കുളിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിന്നാണ് കേട്ടോ. അപ്പോഴേക്കും ആദ്യക്കുട്ടനെ എണീറ്റായിരുന്നു കേട്ടോ. കാച്ചി എണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. കാച്ചി എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ്. വിജയേട്ടൻ തന്നെയാണ് കേട്ടോ എണ്ണ കാച്ചി തരാറ്. എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുന്നെയാണ് അപ്ലോഡ് ചെയ്തത്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ എണ്ണ കാച്ചുന്നതിൽ ഞങ്ങളൊരു 15 മരുന്നുകളാണ് കേട്ടോ ഉപയോഗിക്കാറ്. കുറേയൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നതും കുറേയൊക്കെ നമ്മൾ വാങ്ങുന്നതായിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ തലയിലൊക്കെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താത്ത നേരെ താഴത്തെ വീട്ടിലെ താത്ത എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ആദീനോട്. അപ്പോൾ അവൻ അവിടെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തേച്ച് മുടിയിലെ ചെടയൊക്കെ കളഞ്ഞൊന്ന് കെട്ടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വെച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്കുട്ടൻ വന്നിട്ട് എൻ്റെ വെളിച്ചെണ്ണ കുപ്പി എടുത്താണ്ട് പറയുന്നുണ്ട്, ഞാൻ തേക്കട്ടെ അമ്മ, ഞാനും കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെളിച്ചെണ്ണ എടുത്ത് അതിങ്ങനെ ഞെക്കി കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താത്ത ചോദിക്കുന്നുണ്ട്, എന്താ ആദ്യക്കുട്ടാനക്ക് പണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് താഴത്തുനിന്ന്. അതൊന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര പണിയില്ല ഒരാൾ. അതിങ്ങനെ ഞെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണ വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. എണ്ണ തേക്കുന്നതിൻ്റെ ഇടയിൽ താഴെ നിന്ന് ആയിശുട്ടി അവളെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നേരെ താഴത്തെ താത്താൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ ആയിശുട്ടി. അപ്പോൾ അവൾ വിളിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര നാണം കുഞ്ഞി പോവുകയാണ് ആദ്യക്കുട്ടൻ കേട്ടോ. അവൾ അവിടെ നിന്ന് താഴെ നിന്ന് വിളിക്കുന്നുണ്ട് അവനെ. ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് താത്ത കുറച്ച് കപ്പയും തന്നായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു പോയിന്ന് കേട്ടോ ചോറിന്. അപ്പോൾ ഞാൻ അരി കഴുകി അടുപ്പത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കുകയാണ് കേട്ടോ. തീയൊക്കെ കത്തിച്ചൊന്ന് ഇളക്കി വെക്കുക. ഇനി ഒന്ന് കറി ഉണ്ടാക്കണം, അതുപോലെ ഉപ്പേരി ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴേക്കും നല്ല വെയിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മഴക്കാലമാണെന്ന് തോന്നുന്നില്ല കേട്ടോ. വെയിൽ കാണുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. രാവിലത്തെ വെയിലുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ മഴ പെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചായ കുടിച്ചിട്ടില്ലേന്നില്ല, ചായ കുടിക്കട്ടെ വിചാരിച്ച് നിൽക്കുകയാണ്. അച്ചുമോൾ ഇന്ന് നേരത്തെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോയിട്ടുണ്ട്. നമ്മൾ വേട്ടക്കര ക്ഷേത്രത്തിന് തറവാടിൻ്റെ അടുത്താണ് കേട്ടോ വേട്ടക്കര ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അപ്പൂസ് എണീറ്റിട്ടില്ല. ഏട്ടൻ പിന്നെ നേരത്തെ ചായ കുടിച്ച് പോയോണ്ട് തന്നെ അപ്പം ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നില്ല. ആദ്യക്കൂട്ട ഏട്ടൻ്റെ കൂടെ ചായ കുടിച്ചിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കാൻ ഒറ്റയ്ക്കായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിൽ ഇരുന്ന് കുടിച്ചാലൊരു സുഖമല്ല. അപ്പം ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്നാണ്ട് കാഴ്ചകളൊക്കെ കണ്ടുവന്ന് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ അതിനാണ് ഈ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ അവനും വായ തുറക്കുന്നുണ്ട്. അപ്പം ഞാൻ അവനും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിച്ചതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ അടുക്കളയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള പരിപാടികളാണ് ഇനി നടക്കുന്നത്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പയറും ഉണ്ട്, അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പയർ മിനിഞ്ഞാന്ന് കൊണ്ടുവന്നായിരുന്നു, പക്ഷെ അത് ഇന്നേക്കായപ്പോൾ കുറേയൊക്കെ പഴുത്തു പോയിട്ടുണ്ട്. ഉപ്പേരിക്കുള്ള പയർ കേടൊക്കെ നോക്കിയിട്ട് കഴുകി എടുക്കുകയാണ് കേട്ടോ കാണുന്നത്. ഉപ്പേരി അരിഞ്ഞ് വെച്ച് അതും ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് പപ്പടം കാച്ചാനുണ്ട്, അത് ഏകദേശം ഒന്ന് ഉച്ച സമയമാകുമ്പോഴേക്ക് കാച്ചലുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടുക്കളയത്തെ പണി ഏകദേശമൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന ഇടയിൽ ആദ്യക്കൂട്ടം മുറ്റത്തിറങ്ങി ആ വെളിച്ചെണ്ണ കുപ്പി എടുത്തിട്ട് എന്തൊക്കെയോ പരിപാടി അവിടെ നടത്തുന്നുണ്ട് കേട്ടോ. അത് തുറന്ന് നോക്കുന്നുണ്ട്, അതിൽ എണ്ണ ഉണ്ടാവുന്നൊക്കെ നോക്കുന്നുണ്ട്. അതായത് ഏകദേശം എണ്ണയൊക്കെ ഞാൻ തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറക്കാൻ നോക്കുകയാണ്, അതിൽ വെള്ളമാക്കി കളിക്കാൻ വേണ്ടിയിട്ട്. അത് തുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അത് അവിടെ വെച്ച് പോവുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് വെച്ച് തന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പയർ അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൻ്റെ വികൃതി കാണിച്ചപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി വന്നായിരുന്നു. അപ്പോൾ ആ പയർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പയറെടുത്ത് വീണ്ടും അരിയാൻ നിൽക്കുകയാണേ. അതിലൊരു വലിയ ഉള്ളിയും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ ഉപ്പേരി ഉണ്ടാവുമല്ലോ വിചാരിച്ച് ഒരു വലിയ ഉള്ളിയും കൂടെ എടുക്കുകയാണ് കേട്ടോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. അതും കൂടെ കൂട്ടത്തിൽ അരിയുന്നുണ്ട് കേട്ടോ.
ഞാൻ ഉപ്പേരി അരിഞ്ഞപ്പോൾ അവനോട് ഒരു ഉള്ളി എടുത്തുകൊണ്ട് ആദ്യക്കുട്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ ആ ചെറിയ ഉള്ളിയൊക്കെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ. അവൻ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റൂളൊക്കെ വലിച്ചു വെച്ച് എൻ്റെ അടുത്തേക്ക് കയറി വരുന്നുണ്ട് സ്ലാബിന്മേലേക്ക് ഇരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു ചൂടാണ് ആദ്യം പൊള്ളി പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ തന്നെ ചോറ് വെന്തായിരുന്നു, അത് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊട്ടക്കൈലോണ്ട് ഊറ്റാറല്ല, വാർത്ത് വെക്കാറാണ് കേട്ടോ പതിവ്. എന്നാൽ പെട്ടെന്ന് പണി കഴിയും. എനിക്ക് കൊട്ടക്കൈലോണ്ട് ഊറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്, കുറേ സമയം അതിന് പോവും. ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെച്ചത്. അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ആദ്യക്കൂട്ടനെ ഒന്ന് കുളിപ്പിക്കട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവൻ കുളിച്ചിട്ടില്ല. അപ്പോൾ അവന് ഞാൻ എണ്ണയൊക്കെ അവൻ തന്നെ തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ തലയിലൊക്കെ തേച്ച് കൊടുത്ത് കുളിപ്പിക്കാൻ പോട്ടെ കേട്ടോ. അപ്പോഴാണ് താത്ത എന്നെ വിളിച്ചാണ്ട് മുരിങ്ങതാ അമ്പിളിയെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ താത്ത മുരിങ്ങേൻ്റെ കൊമ്പ് വെട്ടിയായിരുന്നു. അപ്പോൾ അതൊന്ന് നല്ല കുറച്ച് മുരിങ്ങയില എനിക്ക് തന്നിട്ട്. അപ്പോൾ ഇനി ഏതായാലും ഇത് ഉണ്ടാക്കിയിട്ട് വേണം ആദ്യം കുളിപ്പിക്കാൻ. അതൊന്ന് കറി വെക്കാൻ വിചാരിച്ചു. തേങ്ങ അരച്ച് വെക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. താളിപ്പ് ഉണ്ടാക്കും, പിന്നെ അത് കൂടുതലായിട്ട് വൈകുന്നേരം ആവും കേട്ടോ താളിപ്പൊക്കെ ഉണ്ടാക്കൽ. അപ്പം ഒന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങ ഊരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുരിങ്ങ ഊരി കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് തീർന്നതിൻ്റെ ശേഷം ഒരു മുറി തേങ്ങയാണ് കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അത് ചിരവിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മുടിയൊക്കെ ഒന്ന് കെട്ടിറക്കുകയാണ് കേട്ടോ. രാവിലെ കുളിച്ച് കഴിഞ്ഞ് തോർത്ത് വെച്ച് കെട്ടി വെച്ചതായിരുന്നു. അപ്പോൾ പണീൻ്റെ ഇടയിൽ ഇങ്ങനെ അഴിച്ചിട്ട ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പുറത്തിറങ്ങി സിറ്റൗട്ടിൽ പോയിരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയൊക്കെ ഒന്ന് കെട്ടിറക്കുകയാണ് മുടി. അപ്പോൾ അടുക്കളയത്തെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു, മാറാലൊക്കെ ഒന്ന് തട്ടാമെന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ മാറാല തട്ടിയിട്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ മാറാല കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി അടിച്ചേരി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെയും ഉച്ചക്കത്തെയും പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ പിന്നെ അടുക്കളയ്ക്ക് വരുന്നത്. വൈകുന്നേരം അടുക്കളയ്ക്ക് ചായക്ക് എന്താ കടി വിചാരിച്ച് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇന്ന് ഞാൻ സ്പെഷ്യൽ കടി ഉണ്ടാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പൊടി കുഴച്ച് തരുമോ ചോദിച്ചു. പത്തിരിപ്പൊടി വേണം, പത്തിരിപ്പൊടിക്ക് പൊടി ഇത്തിരി കുഴച്ച് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാനത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ ചോദിക്കുന്നത് എന്താ കടി ഉണ്ടാക്കുന്നേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ കുഴക്കട്ട ആണോന്നോ എന്തോന്ന് പറഞ്ഞു ചേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ കേട്ടോ. ചേട്ടൻ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പപ്പൂസാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അച്ചു എവിടെ വെച്ചപ്പോൾ നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഫോണും കൊണ്ട്. അപ്പോൾ അവൾ ഫോണിൽ റീൽസും കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം അവളെ ബുക്കൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു അടിയും കൂടെ നടന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാളും കൂടെ തലേണൊക്കെ എടുത്തിട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഇതിക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിലാണ് ഈ ഉരുളകളിട്ട് വേവിക്കുന്നത് കേട്ടോ. കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 2-3 ഏലക്കും കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മധുരം ഉണ്ടോ നോക്കുകയാണ് വിചാരിച്ചേട്ടൻ. അപ്പോൾ കുറഞ്ഞ മധുരം മതി, തേങ്ങാപ്പാലിൻ്റെ മധുരം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ വിചാരിച്ചേട്ടൻ. അങ്ങനെ ഇത് ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിജയേട്ടന് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വിജയേട്ടൻ ഇങ്ങനെ കയറിയിട്ട് അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഇപ്പുറത്തെ ഗ്യാസിൽ ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ അതിലേക്ക് ഇടുകയാണ്. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ 2-3 പ്രാവശ്യം ആയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായി ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണേ. കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്ത് അത് മാത്രമേ കഴിക്കൂ, ആ ഉണ്ട മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവനോട് പറയാം അങ്ങനെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയാം ചേട്ടൻ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ചെടിയിലേക്കാണ് ഇറങ്ങിയത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്